ഹേ ഗായ്സ്, ഇന്നത്തെ റെസിപ്പി ക്വെസഡിയാണ്. ഇതൊരു സിമ്പിൾ പാൻ റെസിപ്പിയാണ്. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. ഇത് നമുക്ക് സിമ്പിളായി ഉണ്ടാക്കാം. സോ ഫസ്റ്റ് ഓയിൽ ആഡ് ചെയ്യുക. ഓയിൽ ചൂടായതിന് ശേഷം ഗാർലിക് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. അതിന് ശേഷം ഉള്ളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് സോട്ട് ചെയ്യാം. പെട്ടെന്നൊന്ന് ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് സോൾട്ട് ഒന്ന് ആഡ് ചെയ്തു. ഇതിൻ്റെ ഫുൾ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. ഇത് നന്നായി ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഒന്ന് വഴട്ടാം. ഇനി നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. സോ ഫസ്റ്റ് ചില്ലി പൗഡർ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴട്ടാം. അതിനുശേഷം കൊറിയാൻഡർ പൗഡർ, ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യാം. ടൊമാറ്റോ പേസ്റ്റിന് നമ്മൾ ആക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൊമാറ്റോ ഒന്ന് ബോയിൽ ചെയ്യാം. എന്നിട്ട് അതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് അതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് മിക്സ് ആയതിനു ശേഷം കുറച്ചൊന്ന് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി. എല്ലാത്തിൻ്റെയും റോ സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ നമുക്കിന് മിൻസ്ഡ് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കാം. ബീഫ് നന്നായി വെന്തതിന് ശേഷം ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കെച്ചപ്പ് ഒന്ന് ആഡ് ചെയ്യുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്കൊന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ ക്വെസഡിയൻ്റെ മസാലയോടെ റെഡി ആയിരിക്കുന്നു. ഈ സെയിം പാൻ തന്നെ നമ്മളൊന്ന് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്യാം. ഇനി നമുക്ക് ടോർട്ടില വെച്ച് രണ്ട് സൈഡും ഒന്ന് ടോസ്റ്റ് ചെയ്യാം. ടോർട്ടില നന്നായി ടോസ്റ്റ് ആയതിനു ശേഷം നമ്മൾ മൊസറല്ല ചീസ് അല്ലെങ്കിൽ ചെഡാർ ചീസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ആഡ് ചെയ്യാം. എന്നിട്ട് പിന്നെയും നമ്മൾ മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ഒരു ഭാഗത്ത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ചീസ് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ നമ്മളുടെ ഡിലീഷ്യസ് ആയിട്ടുള്ള ക്വെസഡി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. If you like the recipe, please do try.